ഹായ് ഗൈസ്, വെൽക്കം മൈ ചാനൽ ഫാമിലി ബ്ലോഗ് എഹദ. ഏവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മല്ലിയില കൃഷിയാണ് കേട്ടോ. വാണിജ്യ ലെവലിൽ മല്ലിയില കൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. ഇത് മല്ലിയാണ്, നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന സെയിം മല്ലി തന്നെയാണ് കേട്ടോ, വേറെ സെപ്പറേറ്റ് ഒന്നുമല്ല. ഇത് ഈ ട്രാക്ടറിലല്ല, മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെയാണ് മല്ലി വിത്ത് വിതറുന്നത്. കണ്ടോ, ഒരു പൈപ്പിൽ കൂടി മല്ലിയും ഒരു പൈപ്പിൽ കൂടി യൂറിയയാണ് ഇവർ ഇടുന്നത്. കണ്ടോ, കണ്ടോ, ഇതിവിടെ ഒരു ഭാഗത്തായിട്ട് യൂറിയയും ഒരു ഭാഗത്ത് മല്ലിയും, അങ്ങനെ കണ്ടോ, രണ്ട് സെക്ഷനായിട്ട് ഇട്ടിരിക്കുന്നുണ്ടോ. കണ്ടോ, ഇവിടെ യൂറിയ, ഫ്രണ്ടിൽ മല്ലി. ഇത് ഇവിടെ കൂടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യണത് താഴോട്ട്. അപ്പം ഒരു പൈപ്പിൽ കൂടി പോവും മല്ലി, ഒരു പൈപ്പിൽ കൂടി യൂറിയ പോകും. പക്ഷേ ഒരു ലൈനിൽ തന്നെയാണ് ഈ സംഭവം വീഴുന്നത്. അപ്പോൾ അവർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിയയും ഇത് ചേർത്തിടുമ്പോഴത്തേക്ക് പെട്ടെന്ന് നല്ല തൈ കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് പക്ഷേ അതിന് മുന്നേ ആയിട്ട് നമുക്ക് മല്ലിയെ രണ്ടായിട്ട് ക്രഷ് ചെയ്ത് അവനെ വെള്ളത്തിട്ടിരുന്നിട്ട് ചെറുതായിട്ട് വെയിലത്തിട്ട് വെള്ളം വാർന്നതിന് ശേഷമാണ് വിത്ത് വിതയ്ക്കുന്നത്. അപ്പോൾ വിത്ത് നല്ല കുതിർന്ന് നല്ല സെറ്റായിരിക്കും എന്നാണ് പറയുന്നത്. നടാൻ പെട്ടെന്ന് കിളിർത്ത് വരും എന്നാണ് പറയുന്നത്, ഇങ്ങനെ വെള്ളത്തിട്ട് കഴിഞ്ഞാൽ. അല്ല, ഇതാണ് സിസ്റ്റം കേട്ടോ. രണ്ട് പൈപ്പ് പോകുന്നുണ്ടോ, ഈ പൈപ്പ് കൊണ്ട് ഇങ്ങനെ പോവുക, താഴോട്ട് പോയി ലാസ്റ്റ് വന്നിട്ട് ഒരു സൈഡിൽ നിന്ന് വന്ന യൂറിയയുടെ പൈപ്പും ഒരു സൈഡിൽ നിന്ന് വരുന്ന വിത്തും കണ്ടോ, ഒരിടത്താണ് വേണം. ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ഈ മണ്ണ് ഇളക്കി കൊടുക്കുന്നത്. മണ്ണിളക്കി പോകുന്നു, അതിൻ്റെ ബാക്കിൽ നിന്ന് വിത്തും യൂറിയയും വീഴുന്നുകൊണ്ട് പോകുന്നു ഒരേ സമയം. അതാണ് എൻ്റെ സിസ്റ്റം. കണ്ട, എന്ത് നല്ല മോഡിഫൈ ചെയ്തിട്ടുണ്ടെന്ന് കണ്ട. എളുപ്പത്തിൽ എങ്ങനെ വിത്ത് വിതറാം. അല്ല, നമ്മൾ വിത്ത് ഇങ്ങനെ വിതറുകയാണെങ്കിൽ അങ്ങുഞ്ഞൊക്കെ പോകും. ഇതാണ് ഈ ചക്രമാണ്. ഈ ചക്രം കൊടുത്തത്, ഈ ചക്രമാണ് ഈ വിത്ത് വീഴാനുള്ള സിസ്റ്റം കൊടുക്കുന്നത്. കണ്ട, ഇത് ഓട്ടോമാറ്റിക്കായി ഓടുമ്പോൾ തന്നെ അത് റൊട്ടേറ്റ് ആവണം, മണ്ണിൽ കിടന്ന് ഓടി. എന്നിട്ട് ഈ ചെയിൻ വഴിയെ ചെയിൻ്റെ ഓപ്പറേഷൻ സിസ്റ്റമാണ് ബാക്കി എന്ന് പറഞ്ഞാൽ വിത്തിൻ്റെയും യൂറിയയുടെയും. ഇതാണ് റൊട്ടേറ്റ് ചെയ്യണത് ഓട്ടോമാറ്റിക്കായിട്ട്. ഒരു മെഷീനോ അങ്ങനെയൊന്നുമില്ല. അതായത് ഇങ്ങനെ ഇടുന്നു, ഇതുണ്ട്, ഇങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ ഒരു വിത്തിട്ടിട്ടുണ്ട്, ഒരു സൈഡിൽ യൂറിയ. സിസ്റ്റം വെള്ളത്തിയിട്ട് കുതിർത്ത് ലേശം വെള്ളം മാറുന്നുണ്ട്. വെള്ളം മാറുന്ന നമ്മൾ ഈ അരിയൊക്കെ പൊടിക്കാൻ എടുക്കുന്ന മാതിരി സെയിം സിസ്റ്റമാണ്. പക്ഷേ ഇത് നമുക്കും നടാൻ കേട്ടോ. നമുക്കും ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങി കുതിർത്ത് സെയിം നട്ട് നോക്കാം. ഞാനും ഒന്ന് പരീക്ഷിക്കുന്നതാണിത്, പരീക്ഷിച്ച് നോക്കാം. പക്ഷേ ഇത് ഞങ്ങൾ അവിടെ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ. കണ്ടങ്ങനെ അത് ഒരു വെറൈറ്റി ആണല്ലോ എന്ന് കണ്ട് വീഡിയോ എടുത്തതാണ്. നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാം, പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി കേട്ടോ. അതാണ് എടുത്തത്. കണ്ടിട്ട് വളരെ നല്ല ഒരു സിസ്റ്റമാണെന്ന് തോന്നുന്നു. അവർ പറയുന്നത് കഴിഞ്ഞാൽ ഇത്രയും സ്ഥലത്ത് എങ്ങനെ പേര് നല്ല വലിയ 2 ട്രക്ക് മല്ലിയില കട്ട് ചെയ്തെടുക്കാമെന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് ഈ യൂറിയ ഇടുന്നത് കൊണ്ട് അത്രയ്ക്ക് നല്ല ഫലപുഷ്ടിയായിട്ട് വരുമെന്നാണ് പറഞ്ഞത്. നല്ല പച്ച കളറിൽ നല്ല തിക്നെസ്സായിട്ട് പൊടിച്ച് വരുന്നതാണ്. സൂപ്പർ മല്ലിയില ആയിട്ട്. പക്ഷേ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഇവർ ഈ ഇതിനെ രണ്ടായിട്ട് ക്രഷ് ചെയ്യുന്നില്ലേ, അത് മെഷീനിലാണ് ക്രഷ് ചെയ്യുന്നത്. അവിടെ അവർക്ക് അതിനുള്ള സിസ്റ്റമുണ്ട്. നമ്മൾ മെല്ലി പോയി അരി പൊടിക്കുന്നത് പോലെ, അരി വറുക്കുന്നതൊക്കെ പോലത്തെ മെല്ലിൽ നിന്ന് അവർക്ക് മല്ലിയെ മുഴുവനോടെ മല്ലി വാങ്ങിക്കൊടുക്കുമ്പോഴത്തേന് രണ്ടായിട്ട് ക്രഷ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് അവർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടിട്ട് ജസ്റ്റ് വെയിലത്തിട്ടൊന്ന് പിന്നെ ഉണക്കിയെടുക്കുന്നത്. ഉണക്കിയെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ യൂറിയ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂറിയ നമ്മൾ ഇത് പൊടിച്ച് വന്നതിന് ശേഷം യൂറിയ ഒന്നും ഇടാൻ പറ്റത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ അത് നീറി പോകുമെന്ന് പറഞ്ഞാൽ ചീത്തയായി പോകും. അതുകൊണ്ടാണ് അവർ അതിൻ്റെ കൂടെ തന്നെ, വിത്തിൻ്റെ കൂടെ തന്നെ ഒരിക്കൽ യൂറിയ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം മാത്രം കൊടുത്താൽ മതി. ഇതിപ്പോൾ അവർ അവിടെ പോവുകയാണ്, അവിടെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങുകയാണ് സംഭവം. ഒരു അരുവിയിൽ നിന്ന് തുടങ്ങുകയാണ്. ഫ്രണ്ട്സ്, ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ
നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഇതുപോലെ വീഡിയോകൾ നിങ്ങൾക്ക് വേറെയും നല്ല വീഡിയോകൾ ഞങ്ങൾ ഇടുന്നത് പെട്ടെന്ന് കാണാൻ പറ്റും കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമ്മൾക്ക് അങ്ങോട്ട് പ്രോത്സാഹനം. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഇതിങ്ങനെ ഈ റോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് ഒരു സൈഡിൽ കൂടി വിറ്റും, ഒരു സൈഡിൽ കൂടി യൂറിയൻ കൂടി വീഴുന്നുണ്ട്. ഇവിടെ കണ്ട ഇതുവഴി ഇങ്ങനെ ചുറ്റും ഇതായിട്ട് കറങ്ങി വളരെ ഈസി ആട്ടോ. ഇത് ഒരു ദിവസത്തേക്ക് ഈ ട്രാക്ടറിന് 800 രൂപയാണ് അവിടെ വാടക, 1 ഏക്കർ സ്ഥലത്ത് ഇടുന്നത്. കണ്ടോ ഫ്രണ്ട്സ്, ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. എന്ത് ഈസിയാണെന്ന് നോക്കണ്ടോ. 4 പൈപ്പ് വഴിയാണ് ഇത് സംഭവം വീഴുന്നുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയത്ത് 4 ലൈനായിട്ട് അങ്ങനെ ഇട്ടും യൂറിയായിട്ട് ഇങ്ങനെ കറങ്ങി വീഴുന്നുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്. ഹായ്, ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.